എന്തോ ഇതിനകത്ത് വെള്ളമുണ്ട്, പൊട്ടിച്ചോ. ഉണക്കത്തേങ്ങനെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല, ചവർപ്പ് വരും. പച്ചത്തേങ്ങ വെട്ടുമ്പോൾ അല്ലെങ്കിൽ പറമ്പിലെ കിളയ്ക്കാൻ ആള് വരുന്നത് നമുക്ക് കുറച്ച് കരിക്കിടാം. ഇതൊക്കെ നോക്കി പഠിച്ചോണം തേങ്ങ പൊതിക്കാനൊക്കെ. എന്തിനെന്ന് തേങ്ങ പൊതിക്കാനൊക്കെ പഠിക്കണം, ഭാവിയിൽ ഇതൊക്കെ വേണ്ടി വരും. എന്ത് എന്ത് പഠിച്ചാ കുഴപ്പം? ഇതേ പരിപാടിയായിരുന്നു എൻ്റെ മനസ്സിലും. ഞാൻ എന്തിനും ഈ തേങ്ങയൊക്കെ പൊതിക്കാൻ പഠിക്കണം. ഇപ്പം ഞാൻ തേങ്ങ പൊതിക്കും, മീൻ വെട്ടും, ചോറ് വെക്കും, ചമ്മന്തി ആയിരിക്കും, തുണി കഴിവിന് ചെയ്യാനൊരു പണിയില്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്കേ ഇപ്പോൾ ഉദാഹരണത്തിന് നീ വല്ല ജോലിയോ അല്ല പഠിത്തത്തിന് ആവശ്യമായിട്ട് ദൂരെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ തേങ്ങ ഒഴിക്കേണ്ട ആവശ്യം വന്നാൽ ഇവിടെ ഇതേപോലെ ഒന്ന് വെട്ടിത്തരാറിലും ഉണ്ടോ? ഷെഫുമാർ മാത്രമേ തേങ്ങ പൊതിക്കൂ. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഏടാ വീലാമ്പി. അപ്പൊ ഇതെന്തിനുള്ള? ഏത്? ഇത് ഈ കൊടുവൾ ഇങ്ങനെ തൂക്കിയിടേ. എന്റെ ഹൂക്കാത് നോക്കുന്ന അരക്കൈ അരക്കൈ നോക്കുന്നു. അയ്യേ ഇപ്പോഴും വേണ്ട, ഇത് കണ്ടുപിടിക്കാണ്ട് ഇതിന്റെ ഓരോ തൊണ്ടിങ്ങനെ ഇളക്കുന്ന ഇങ്ങനെ കണ്ടൊന്നും പഠിക്കണ്ട. ഇത് ഭാവിയിൽ ആവശ്യം വരില്ല. ഭാവിയിൽ ആവശ്യം വരും, പ്രാക്ടിക്കൽ അവർ ആയില്ല. ഇപ്പൊ കണ്ടുപിടിക്കും. എന്താണ് എന്ത് പരിപാടി? റൊണാൾഡോ എന്നെ തേങ്ങ മുറിക്കാൻ പഠിപ്പിക്കുക. ആ നല്ലത് തന്നെ, തങ്കത്തിനൊരു സഹായമാവൂല. കണ്ട പറഞ്ഞു കേട്ടെ, ഇതൊക്കെ പഠിക്കണം. നീ വീട്ടിലെ തങ്കം ഞാനാ. തങ്കം അവിടെ പോയി? പഞ്ചായത്തിന്റെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ്. അപ്പൊ അതൊക്കെ കാണാനും എടുക്കാനായിട്ട് മുത്തും കൂട്ടിന് പോയി. ചോറ് മാത്രം വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ് കറികൾ ഉണ്ടാക്കി അവനും കൊടുക്കണം, എനിക്കും കഴിക്കണം. അപ്പൊ അന്നവിചാരം മുന്നവിചാരം ആയതുകൊണ്ട് നമ്മൾ പിന്മാറുന്നത് ശരിയാണോ? അല്ല. അപ്പോഴേ എന്തോ ഒരു തേങ്ങ എനിക്കും കൂടെ തരാൻ കാണൂ. പിന്നെന്താ പറഞ്ഞോ? വെരി ഗുഡ് വെരി ഗുഡ്. തക്കടോ നല്ല ചേച്ചിയും സയ്യോ അവിടെ ഉണ്ട്. എന്താ പരിപാടി? കളി? മക്കള് പോണോ? എന്നാ ഇവിടെ ഇരിക്കട്ടെ, ഒറ്റക്കട വന്നിട്ട് നിൽക്കാൻ. ഞാൻ പോട്ടെ എന്നാ. ചേച്ചിമാരെവിടെ? അവരകത്തുണ്ട്. മകളെപ്പത്തി ഫർണ? എപ്പോ എത്തിയായിരുന്നു? കുറച്ചു മുമ്പ് എത്തിയായിരുന്നു. അടിപൊളി. എന്തോന്നോ മാമ അത്? ഇത് കോടതിയിൽ കൊടുക്കേണ്ട പേപ്പറാ. അങ്കിള് പോലീസല്ലേ, അപ്പൊ കോടതി എന്തിനാ പോണ? അങ്കിള് പോലീസല്ലേ, പോലീസ് ആകുമ്പോ നിയമപാലകരല്ലേ. അപ്പൊ നിയമം പാലിക്കപ്പെടുന്ന സ്ഥലം എവിടെയാണ്? കോടതിയല്ലേ. അപ്പൊ കോടതിയിൽ പോണം. കോടതിയിൽ ഏറ്റവും ടോപ്പ് ആരാ? ജഡ്ജി. എന്റെ ഒരു ആഗ്രഹമായിരുന്നു ബൽറാം ഒരു ജഡ്ജ് ആവണമെന്ന്. അങ്ങനെ ആവട്ടെ. നീ എന്തോടെ നല്ല രണ്ടെണ്ണം എടുത്തേക്കുന്നത്? മതി എന്നാ? അമ്മ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് നൂഡിൽസ് വേണമെന്ന്. അയ്യടാ, ഇവിടെ ഇന്നലെ എന്തുവാടി പറഞ്ഞത്? ഇഡലി വേണമെന്നല്ലേ നീ ഇന്നലെ പറഞ്ഞത്? ഇപ്പൊ തിന്നാൻ തോന്നുന്നില്ല. തോന്നുന്നില്ലേ? അയ്യോ അങ്ങ് മര്യാദക്ക് തിന്നേച്ചാ മതി. തിന്നെ പ്ലീസ്. എടി നീ ഇന്നലെ അല്ലേ രാത്രി എന്നോട് പറഞ്ഞ എനിക്ക് ഇഡ്ഡലി വേണോന്ന്? അതുകൊണ്ടല്ലേ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയത്. അല്ല എനിക്ക് തിന്നാൻ തോന്നുന്നില്ല, ഇപ്പൊ നൂഡിൽസ് തിന്നാൻ തോന്നുന്നു. നിനക്ക് തിന്നാൻ തോന്നുന്ന അനുസരിച്ച് ഞാനിവിടെ ഉണ്ടാക്കി തരണോ? ഇപ്പൊ ഇത് മര്യാദ കഴിക്കുമ്പോ വൈകിട്ട് നൂഡിൽസ് ഉണ്ടാക്കി തരാം. സത്യം? സത്യം. മൊത്തം കഴിക്കണേ. ഇതാരും അന്നേക്കണേ നോക്ക്. രാവിലെ ഇങ്ങ് പോന്നാ എന്തേ? അവിടെ ഇരുന്ന് ബോറടിച്ചതുകൊണ്ട് ഇങ്ങോട്ട് കളിക്കാൻ വന്നു. മക്കള് കഴിച്ചാതേ, നല്ല ഇഡ്ഡലി സാമ്പാറും ഉണ്ട്. കഴിക്ക്, ഇവിടെ ഇരിക്കും. വേണ്ട, കഴിച്ചിട്ടാ വന്ന. കഴിച്ചാ? ഞാനും കഴിച്ചു. ഒന്നും കഴിച്ചാ? ആണോ? കഴിക്കാം. കണ്ടാ, അവരൊക്കെ വയറു നിറച്ചും കഴിച്ചിട്ടാ വന്നേക്കുന്നത്. നീയല്ലേ ഇവിടെ കിള്ളിക്കിളി ഇരിക്കുന്നത്. അവർക്ക് ഇഡ്ഡലി വേണ്ടെന്ന്, നൂഡിൽസ് മതിയെന്ന്. ചായ വേണോ നിങ്ങക്ക്? നിങ്ങക്ക് വേണോ ചായ? എന്തായാലും വേണമെങ്കിൽ വിളിക്കുക കേട്ടോ അമ്മേനെ. സത്യം പറയണ കഴിച്ചോ? ശരിക്കും കഴിച്ചു. എന്താ കഴിച്ചു? പുട്ടാ. പുട്ട് ഭയങ്കര ഇഷ്ടം. പുട്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ കഞ്ഞിയാണ്. ഏതാ? പൊടിയരി കഞ്ഞി? അല്ല, മറ്റേ സാധാ അരിയിലുണ്ടാവണില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് എപ്പോൾ കഞ്ഞി കിട്ടിയാലും ഞാൻ കഴിക്കും.
ചില ദിവസങ്ങളെല്ലാം 4 നേരം കഞ്ഞി കുടിക്കാറുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി. അതിന് ഇതിനു വേണ്ടി അരി ഇവിടെ കിടക്കണടാ കഞ്ഞി ഉണ്ടാക്കാൻ. അരി എന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ ഒരു അരിമരമുണ്ട്, അവിടെ നിന്ന് കൊണ്ടുവരും. അരിമരം എന്തുവാണ്? എടാ തള്ളല്ലേ വെറുതെ. അരിമരത്തിലാണോ ഉണ്ടാവുന്നത്? അരിമരത്തിലാ ഉണ്ടാവണ. നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ എടുക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എടാ അരി വയലില്ലേടാ ഉണ്ടാവുന്നേ? അല്ല, ഞാൻ കണ്ടിട്ടുള്ള അരി മരത്താണ് ഉണ്ടാവണത്. നീ വല്ല പഴത്തിന്റെ അരിയായിരിക്കും കണ്ടത്. അല്ല, ശരിക്കും. നിന്റെ സംശയം ഇപ്പൊ തീർക്കണം. ആ, എങ്കിൽ പെട്ടെന്ന് ഐഡിയ നമുക്ക് അച്ഛനോട് വയ്ക്കാം. ശരി. വാ പെട്ടെന്ന്. പ്രസാദ് അതിനകത്ത് ഇപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ശംഭു വക്കീലിൻ്റെ അടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അല്ല ഒന്നുമില്ല, പഞ്ചായത്തിൽ വൈകുന്നേരം ആകുമ്പോൾ ജയൻ്റെ കട അവിടെ എത്തുമല്ലോ, അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. ആ ഇനി അഥവാ അണ്ണൻ പറഞ്ഞിട്ട് അത് കറക്റ്റ് കാര്യം മനസ്സിലായാലും ഞാൻ കൂടെ ഒരു വരാം. ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമ്മുടെ ഒരു ആവശ്യമല്ലേ അത്. ആ കുഴപ്പമില്ല. ശരി അണ്ണ, ശരി. ആ അച്ഛ ഒരു കാര്യം കേൾക്കണം. ഇതൊരു മണ്ടത്തരം പറഞ്ഞു. ആര്? ഇത് എന്ത് പറ്റി? നല്ല പോയല്ലേ? അരി മരത്തിലാ കഴിക്കുന്നത്. അല്ലേ നിങ്ങളെ? അരി മരത്തിലാണെന്നാ? അരി മരത്തിലല്ല, അരി വിളയുന്നത് പാടത്താണ്. ഞാൻ കണ്ടിട്ടുണ്ട്. വയലില്ലേ, വയല്, നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന വയല് മക്കൾ കണ്ടിട്ടില്ലല്ലേ? ആ അത് ഇപ്പോഴത്തെ മോൻ്റെ കുറ്റം അല്ല അത്. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് പലർക്കും, നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയില്ല. ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് ചില കുട്ടികൾ ഇങ്ങനെ പറയുന്നത്. മക്കൾ അതായത് ഇത് വയലില്ലേ, വയലെന്ന് പറയുന്ന സ്ഥലമുണ്ട്, വയലിലാണ് ഇപ്പം മരങ്ങളൊക്കെ കായ്ക്കുന്നത് നമ്മളിതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് വെള്ളമുള്ളിടത്ത് മാത്രമേ നെല്ലൊക്കെ വിളയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പാടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാടത്തിൽ എപ്പോഴും വെള്ളം ഉണ്ടാവണം. അവിടെ ഇങ്ങനെ നെല്ല് വിതച്ചിട്ട് നെല്ലിങ്ങനെ എറിയും. നെല്ലെറിഞ്ഞ് അതിനെ ആദ്യം വെച്ചാൽ എന്തറിയാമോ, ഈ വിത്തൊക്കെ എടുത്തിട്ട് ഒരു ദിവസം വെള്ളത്തിൽ വെച്ചിരുന്നിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ മൂടി വെച്ചിട്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തൈ വരും. അതിനെ പാടം ഇങ്ങനെ ഉഴുത് മറിച്ചിടും. നമ്മൾ പണ്ടൊക്കെ കാളയൊക്കെ വെച്ച് പൂട്ടുമായിരുന്നു. അങ്ങനെ ഉഴുത് മറിച്ചിട്ട് പിന്നെ ട്രാക്ടറൊക്കെ ആയി. അതിനിങ്ങനെ ഉഴുത് മറിച്ചതിന് ശേഷം നല്ല പാകപ്പെടുത്തിയതിന് ശേഷം അവിടേക്ക് ഈ ചെറിയ തൈകൾ നടും. എന്നിട്ട് അതിങ്ങനെ ഒരു പരുവത്തിന് വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അത് ഏകദേശം ഒന്ന് വളർന്നു വരും. അപ്പം അതിനെ എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ക്രമീകരിച്ചതിന് ശേഷമാണ് നടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വിളഞ്ഞു വരും. നെല്ലിങ്ങനെ വിളഞ്ഞു വരുമ്പോൾ കൊയ്യും. പാട്ടൊക്കെ പാടി, പണ്ടുള്ള ആൾക്കാർ പാട്ടൊക്കെ പാടി പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? പുഞ്ച വയൽ കൊയ്യാന്നൊക്കെ പാട്ടൊക്കെ കേട്ടില്ല? അതുപോലെ ഒരുപാട് പഴയ ആൾക്കാരിങ്ങനെ നാടൻ പാട്ടൊക്കെ പാടിയിട്ടാണ് വയലൊക്കെ കൊയ്യും ഈ ക്ഷീണം മാറ്റാനായിട്ട്. എന്നിട്ട് അതിനെ മെതിച്ച് റെഡിയാക്കി നെല്ലിനെ വേർതിരിച്ചെടുത്ത് അങ്ങനെ പിന്നെ അതിനെ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചൊക്കെ എടുത്തിട്ടൊക്കെയാണ് നമ്മളടുത്തേക്ക് എത്തുന്നത്. പച്ചരിയും ഉണക്കലരിയൊക്കെ ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. നല്ല ഭംഗിയാണ് പാടം കാണാനായിട്ട്. ആദ്യം കാണുമ്പോൾ നല്ല പച്ചപ്പായിരിക്കും, ചെറിയ ഞാറ് നടുന്നത് കേട്ടില്ല? അപ്പം ഞാറായി നിൽക്കുന്ന നല്ല ഭംഗിയായിരിക്കും. അതിനേക്കാൾ ഭംഗിയാണ് ഇത് പഴുത്ത് നിൽക്കുമ്പോൾ, മഞ്ഞ കളറൊക്കെ ആവും. നമ്മൾ ഓണക്കാലത്തൊക്കെ കണ്ടല്ലേ, അതൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല വയൽപ്പാടങ്ങളിലൊക്കെ പോയി കാണാം, നല്ല രസമാണ്. അച്ഛനോടൊക്കെ പറഞ്ഞാൽ മതി ഒരു ദിവസം കൊണ്ട് കാണിക്കാനായിട്ട് കേട്ടാ, നല്ലതാ. അപ്പം നെല്ല് വിളയുന്ന എവിടെയാണ്? വയലിൽ. ഇവിടെ അടുത്ത് വല്ല വയലുണ്ടോ? പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം വയലുകളുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കൃഷിയൊക്കെ കുറവായതുകൊണ്ട് ചിലയിടങ്ങളിലാണ് സജീവമായിട്ടുള്ളത്. നമ്മൾ കുട്ടനാടെന്നൊക്കെ കേട്ടിട്ടില്ലേ? കുട്ടനാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ആ കൃഷിയുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ഇടങ്ങളിലൊക്കെ അവിടെ ഇടങ്ങളിലായിട്ടൊക്കെ ഈ അടുത്ത ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ തെന്നിയും തെറിച്ചൊക്കെ ഉള്ളു. വെള്ളം സുലഭമായിട്ട് കിട്ടണം മക്കളെ. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളവും വളവും നല്ല വിത്തും ആണ് നെല്ലിൻ്റെ വളർച്ചയ്ക്ക് നല്ലത്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ലേ, ചില പാട്ട് സിനിമയിലൊക്കെ ആൾക്കാർ നായകനൊക്കെ പഴയ പാട്ടിൽ വയൽ വരമ്പിലൂടെ ഓടിപ്പോകുന്നൊക്കെ. അതാണ് വയല്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ. മാമാ, ഞാൻ ഫെർണോയുടെ പുതിയ പേരിടാൻ പോവാ. എന്താന്നറിയാമോ? അരിമരം. അങ്ങനെ പറയണ ആ മോൻ അത് അറിഞ്ഞൂടാ. ഇപ്പം മനസ്സിലായല്ലോ. ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയണമെന്നുണ്ടോ? ഇല്ല, അങ്ങനെ കളിയാക്കാൻ പാടില്ല. അറിയാത്തത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇനി എന്തൊക്കെയാണ് പരിപാടികള്? ഹലോ,
കിട്ടിയായിരുന്ന? ആ അതെ അതെ അതെ. ആ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മതി. ഇല്ല ഒരു കാര്യം, നാളെ ഞാൻ കൂടെ വരാം അങ്ങോട്ട്. ആ ജയൻ്റെ കടയിലൂടെ വരാം. ആ ഹാ 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 ആ ആ ഞാനിവിടെ ഒന്ന് ശംഭുവിനെ വിളിച്ചേക്കാം. എൻ്റെ പൊന്നേ, പെണ്ണുങ്ങളെ സമ്മതിക്കണം. അടുക്കളപ്പണി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ. അയ്യോ അയ്യോ, കിടക്കുന്ന 5-6 കൂട്ടം കറിയൊക്കെ വെക്കുന്ന പെണ്ണിൻ്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കാനേ വയ്യ. ആ റോസ്മേരി, പറയൂ സ്വന്തം ഭാര്യയെ. വീട്ടിൽ എടി വർക്ക്ഷോപ്പ് അടച്ചിട്ടേക്കുക. അവിടെ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഓടെ ഫ്രണ്ടിലത്തെ ചാവലിൽ ഇളക്കിയിട്ടേക്കില്ല, വർക്ക്ഷോപ്പ് തുറക്കാൻ പറ്റത്തില്ല. ഒരാഴ്ച പോവും. പിന്നെ പുറം പണിക്ക് പോകാതെ ഇയാൾ വിളിക്കുമ്പോൾ 500,000 പിന്നെ എവിടെ നിന്ന് ഞാൻ കുഴിച്ചെടുക്കുന്നതാണോ? എവിടെ പോന് ഭയാടോ? ആറോ പോലെ വെച്ച്? ആ പിന്നെ വല്യമ്മയുടെ നീ അവർക്ക് പൈസ ഇട്ട് കൊടുക്കും. നടക്കത്തില്ല. ഞാൻ വേറെ 100 കൂട്ടം പണിയില്ല. വർക്ക്ഷോപ്പിലെ പണി മാത്രമല്ല, ഇന്ന് വീട്ടുടമസ്ഥൻ്റെ പരിപാടിയാണ്. ആ തങ്കഞ്ചേട്ടത്തി മുത്തും കൂടെ പഞ്ചായത്തിന് എന്താ ആവശ്യമായിട്ട് പോയി. പിള്ളേരെ ചുമതല എനിക്കാ. ആ പറയടി, നീ അത് പറയും, ഞാൻ അനുഭവിക്കാത്തല്ലേ. നീ പറയത്തല്ല എപ്പോഴും. നീ പോ, പൈസ ഇട്ട് കൊടുക്കും. നടക്കത്തില്ല. ഒന്നാമത് വണ്ടിയില്ല, രണ്ടാമത് എനിക്ക് തീരെ വയ്യ. ശരി ശരി, ഇല്ലില്ല പൈസ ഇല്ല. നിന്റെ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അവരുടെ രണ്ടാമത്തെ പാലിയത്തിന് കൊടുക്കാന്ന് പറ. പാല് കാച്ചിന് പോകണം, പൈസ ഇട്ട് കൊടുക്കണം. റൊണാൾഡേ, ആ ചോദിച്ചേ കട പോയാ? എനിക്ക് ചിക്കൻ മസാല ഇല്ലായിരുന്നു, അപ്പൊ ഞാൻ പിന്നെ തേങ്ങയും കൂടെ വാങ്ങിച്ചോണ്ടോ. സ്പെഷ്യൽ ചിക്കനാണ്. അവ ഇങ്ങോട്ട് വരുമ്പോഴേ ചിക്കൻ മതി എന്നാണ് വിളിക്കണേ. അപ്പൊ പിന്നെ ഞാൻ ചിക്കൻ അങ്ങ് വാങ്ങി. അത് കണക്ക് പിള്ളേർക്ക് എല്ലാത്തിനും ഇത് തന്നെ. ഇവിടെ എന്തോന്ന് വെച്ചാൽ ഇവിടുത്തെ പാചകം എന്ന് കഴിഞ്ഞാൽ ഇന്ന് ഇന്റർനാഷണൽ പരിപാടികളാണ്. ചോറ്, വാഴക്കൂമ്പ് തോരൻ, വൻപയറോട് ഇട്ടത്, അത് രസം എന്ന് വെച്ചാൽ മോര് രസം വെച്ചപ്പം കുളമായപ്പോൾ അതിനകത്ത് അല്പം മോരൊഴിച്ച്, അതിന് വേറൊരു രുചി. പിന്നെ മുട്ടത്തോരൻ, ഓംലെറ്റ് ഉണ്ടാക്കിയതാണ്, പക്ഷേ പാനിനകത്ത് എണ്ണ ഒഴിക്കാത്തത് കൊണ്ട് തിരിഞ്ഞു വീണില്ല. പിന്നെ അത് കറക്കി മൊത്തത്തിൽ പറഞ്ഞ അഴ കുഴപ്പം. ഇത് ഞാൻ നിന്ന് തീർക്കേണ്ടി വരും. പിള്ളേർ കൈ കൊണ്ട് തൊടുമെന്ന് എനിക്ക് തോന്നിയിട്ട്. അപ്പോഴൊരു കാര്യം ചെയ്യും, ഞാൻ പോകുമ്പോൾ തക്കുടൂനെ കൂടെ പറഞ്ഞോണ്ട്. എന്തിന്? ഞാൻ കുറച്ച് ചിക്കൻ കറി എടുത്തോളൂ. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ചിക്കൻ. എവിടെ പിള്ളേരവിടെ? മാവിൻ്റെ ഓട്ടി പോണ്ട്, പറമ്പിൽ പോയി കാണും. പഴുത്ത മാങ്ങ വീണപ്പോണ്ട് പറക്കാൻ പോയി. ഇല്ല അവിടെ ഇല്ല. മേളി കാണും. ലില്ലിയിലെവിടെ? എങ്കിൽ പിന്നെ ഞാൻ പോയി വിളിക്കട്ടെ. പിന്നെ ഈ തേങ്ങയുടെ വെച്ചിട്ട് അതിനോട് ചിക്കൻ തരാൻ പറ്റൂ? ലില്ലി ചേച്ചി. ഓ ആ എന്തേ? ജോലിയൊക്കെ തീർന്ന? ആ ഒരു വിധം. എന്തുണ്ട്? അല്ല, മോനെ വിളിക്കാൻ വന്നതാ. അവരവിടെ പറമ്പിൽ കാണും. ഇല്ല അവിടെ ഇല്ല. ആണോ? അയ്യോ ഇവിടെ എങ്ങും ഇല്ലല്ലോ. അച്ചാച്ചൻ്റെ അടുത്തുണ്ടാവുമായിരിക്കും. ഇല്ല അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ കാണുമെന്നു. ആണോ? അച്ചാച്ചാ ഭയങ്കര കളിയായിരുന്നു ഇവിടെ കിടന്ന്. പിള്ളേരെ അങ്ങോട്ട് വന്നില്ലേ? ഇല്ല, ഇവിടുന്ന് പോകാൻ ഞാൻ പറഞ്ഞായിരുന്നല്ല. ആണോ? അവരവിടെ പറമ്പിലുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത് അവിടെയും ഇല്ലാന്ന്. അവിടെയൊന്നും ഇല്ല. അച്ഛമ്മയുടെ മുറി കാണും. ഏട്ടനകത്ത് ഇരിപ്പുണ്ട്, മുറിയിൽ ഇരിപ്പുണ്ട്. അവിടെ എങ്ങും ഇല്ല. ഒന്ന് പോയി നോക്ക്, എവിടെ എന്നങ്ങ് തീരുമാനിക്കാതെ. ആ നോക്കിട്ട്. ഏട്ടാ SI ആയനേഷേ പോലീസ് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. പിള്ളേർക്ക് ഇത് കേട്ടാ പോരെ, ഉണ്ടായിരുന്നു കേട്ടോളൂ. അല്ല എവിടെ പോനാ? പക്ഷെ നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ അങ്ങനെയല്ല സാർ, ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സാറിനെ ഒന്നുകൂടെ നോക്കിയിട്ട് സാറിന് തിരിച്ചു വിളിക്കാം. ആ സാർ. എന്താടി പിള്ളേരെ കണ്ട ഏട്ടാ? ഇല്ല, അവരവിടെ പറമ്പിന് സൈഡിൽ കാണും. അല്ല, സുലി ചേച്ചി പറഞ്ഞു അവിടെ എങ്ങും കാണുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വന്ന്. ഇവിടെ കാണുന്നില്ല. അവരൊന്നും വന്നേട്ടെ. സ്പെഷ്യൽ ഏട്ടൻ കണ്ടില്ലെന്ന് അവരെ. ഏട്ടൻ കണ്ടില്ലെന്ന്. കണ്ടില്ലെന്നോ? പിന്നെ എങ്ങോട്ട് പോയി അവര്? പറമ്പില് ഇല്ലെന്ന് ഉറപ്പാണ്. പറമ്പിലില്ല. എന്നോട് പോയി അവിടെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് കളിക്കുന്നുണ്ടാവും എല്ലാം കൂടെ. പിന്നെ ഞാൻ കാണൂലേ. തക്കടുവേ, ഇത് പോയി നോക്കിട്ട് വരാം. തക്കടു നല്ലു തയ്യോ. ഞാൻ പുറ ചായ്പിന്റെ അവിടെ
അവിടെ ഒരു കറക്കമുണ്ട് മാർക്ക്. അല്ലേ തക്കടോ നല്ല സയ്യു തക്കടോ നല്ലുവേ വരണോ സയ്യോ ഈ പിള്ളേർ ഏട്ടാ ആ ആ പറമ്പിന് മൂലക്കെങ്ങാനും ഉണ്ടെന്ന് നോക്കിയേ. അല്ല ഇവിടെ ചായപ്പിനെ കാണും. പക്ഷെ എന്റെ ഒന്ന് നോക്കുന്നേ പറമ്പിൽ പോയി. പറമ്പിലില്ലെന്നല്ലേ പറഞ്ഞ. അല്ല എങ്ങനെ അവിടെ എവിടെയെങ്കിലും നിപ്പുണ്ടെങ്കിലോ. നല്ലേ പാസ് വിളിച്ചേച്ചി അവിടെ പോയി നോക്കാം. നല്ലു നല്ലേ സയ്യോ തുമ്പി ഇത്രയും വിളിച്ചിട്ട് അവർ കേട്ടില്ലെങ്കിൽ അവരിവിടെ കാണത്തില്ല. നല്ലുവേ ഉണ്ടാ കണ്ടേട്ടാ ഇല്ലേ ഇവിടെ കണ്ടില്ല. ഇതുങ്ങളുടെ എവിടെ പോയി? തക്കുടുവേ അവിടെ ഒന്നും ഇല്ല. ഇത്രയും വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ പറമ്പിലില്ല അവര്. പിന്നെ ഇത് എങ്ങോട്ട് പോയി? ആ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയല്ലോ. നമുക്ക് ഇറങ്ങിയാലോ? എന്തോ നിങ്ങൾ അവിടെ നില്ലേ, ഞങ്ങൾ വരേപ്പ. റോഡിലോട്ട് വല്ലതും പോയി കാണുമോ? റോഡല്ല, കടയിലോട്ട് വല്ലതും പോയതായിരിക്കും. അറിഞ്ഞിട്ട് നോക്കൂടെ? അച്ഛൻ പിള്ളേര് മക്കളെ കണ്ടായിരുന്നു. മക്കളെ കണ്ടുവന്നായിരുന്നു. ഇല്ല കണ്ടില്ല, ഞാൻ ഇവിടെ ഉള്ള ആളല്ലേ പാപ്പനം. ഓ സോറി അല്ല കുഴപ്പമില്ല. ആരെന്ന് പോലും അറിയാൻ പോയത്. ഇവിടെ ബാവുണ്ടെന്ന് ചോദിച്ചാ ബാവുണ്ണ മക്കളെ കണ്ടായിരുന്ന? ഇവിടെ വന്ന് മിഠായി വാങ്ങിച്ചിട്ട് കുറച്ചേരത്ത് അങ്ങോട്ട് പോയി. എന്റെ മക്കളാ? ആ ഇപ്പം അങ്ങോട്ട് പോയി, ആ മുടുക്കലോട്ട് പോയി. അച്ഛൻ അങ്ങോട്ട് പോകാൻ അവർക്ക് അവിടെ ആരും കൂട്ടുകാരും ഇല്ല. ഇവിടെ ഒരു പയ്യനുണ്ട് അദ്വൈത് ഇത്. അല്ല പക്ഷെ അങ്ങോട്ട് തന്നെ പോയത്. അങ്ങോട്ട് തന്നെ പോയി. അവര് എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. ഓ ഇല്ല ഇവിടെ ഒരു ഓട്ടോട്ട് വന്നതാ. ഒരു വലിയ ഇപ്പം ഇവിടെ പോയിക്കുന്നു, വന്നിട്ട് അങ്ങോട്ട് പോകണം. ആ ഇല്ല കുഴപ്പമില്ല. ആ സാർ ഹോൾഡേ. പക്ഷെ എന്താ മക്കളെ ഇങ്ങോട്ട് ഉണ്ടായിരുന്ന? ഇല്ല സാറേ, ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. കുറച്ച് നേരമായിട്ട് ഇവിടെ ഇല്ല കണ്ടില്ല. ഇതിലെ നടന്നു നിന്ന് ഇല്ല ആരെയും കണ്ടില്ല. അവിടെ നിന്നാണ് അവിടെ ആ വഴി. 10-15 മിനിറ്റ് ഇരിക്കുന്നത്. ഇല്ല ആരെയും കണ്ടില്ല. 15 ചേട്ടനുണ്ടല്ലോ. ആ ഇത് പറ്റി? ആ ഇല്ല അല്ല ഞാൻ ഒന്നുമില്ല കുഴപ്പമില്ല. ഇല്ല കുറച്ച് കുഴപ്പമില്ല. അച്ഛൻ ആ ഇല്ല നമ്മുടെ ഒരു പരിചയത്തിലുള്ള സാറാ. ആ ശരി. ബാബുച്ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഈ വഴി ഇത് എവിടെ പോകാനാ? കൂടെ പഠിക്കുന്ന കൂട്ടുകാരെങ്കിലും ഞാനും കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്ന പറയാതെ പോവോ? എന്നാ പിന്നൊക്കെ പോവില്ലേ നിങ്ങള്? അച്ചപ്പി അവിടെ എന്തെടുക്ക? പിള്ളേര് മിക്കവാറും അടി കിട്ടും കേട്ടോ. നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എവിടെയെങ്കിലും പോണെങ്കിൽ പറഞ്ഞിട്ട് പോണോന്ന്? ഇപ്പൊ കിട്ടും എല്ലാത്തിനും. കൈയോടെ ഒന്ന് മേടിച്ചോ. മനുഷ്യന്റെ ഉയരെടുത്തു പോയി. വീട്ടിലോട്ട് ചെല്ല്. ചന്തി പാള കെട്ടി കൊണ്ട് ചെന്നാ മതി. അവിടെ അമ്മ കാലിതുള്ളി ഇപ്പൊ ഉണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല അങ്കിളല്ലേ പറഞ്ഞ പാടവും ഫീൽഡും എല്ലാം കാണാൻ നല്ല ചന്തമാണ്, ബ്യൂട്ടിഫുൾ ആണെന്ന്. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തക്കടും സയ്യുമാണ് പറഞ്ഞത് ഇവിടെ അടുത്തൊരു പാടമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞ അച്ഛാ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടാന്ന് അറിയുന്നത്. അപ്പൊ ഇവർ രണ്ടും പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. പിന്നെ ഇതൊക്കെ കണ്ടപ്പോ നല്ല രസമുണ്ടോ, കണ്ട് പതുക്കാരാന്ന് വെച്ച്. നല്ല രസമായിരുന്നില്ലേ? എന്നിട്ട് എന്ത് കണ്ടു? ഈ അരി ഉണ്ടാവണ ചെടിയുണ്ട്, പക്ഷേ അരിനെ കണ്ടില്ല. ആ ഇത് പാടമല്ലേ മക്കളെ? ആ ഇതിപ്പോ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതിങ്ങനെ വിത്ത് ഇങ്ങനെ മുളച്ച് ചെടിയായി നിൽക്കുകയാണ്. ഇതിനെ മാറ്റി നട്ടിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ.
ഇതിന് കുറേ നാൾ കഴിയുമ്പോൾ ഈ പാടം നിറയെ ഇതിങ്ങനെ ഒരു 3-4-5 മാസം കഴിയുമ്പോഴേ നല്ല നെല്ല് വന്നു തുടങ്ങും. നെല്ല് വന്ന് അതിങ്ങനെ വിളഞ്ഞ് നിറയെ മഞ്ഞ കളറാവും. ഇവിടെ ഇപ്പൊ ഈ പച്ച കളറല്ലേ, ഇത് പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോൾ നല്ല മഞ്ഞ കളർ ഇങ്ങനെ പഴുത്ത് നിൽക്കും നെല്ലൊക്കെ. അപ്പൊ ആ സമയത്ത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ല് സെപ്പറേറ്റ് ആക്കി വൈക്കോല് വേറെ മാറ്റി നെല്ല് മാത്രം എടുക്കും. എന്നിട്ട് പിന്നീടാണ് നമ്മൾ അതിന് എടുത്ത് അരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങോട്ടൊന്നും കൂടെ വരാം. അല്ല, ഇങ്ങോട്ട് വരും, നമ്മളെല്ലാരും ഒരുമിച്ച് വരും. എന്നാലും പച്ചമ്പി പിള്ളേർക്ക് ഗോതമ്പാടം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവാൻ കാര്യമായി. നല്ല ട്രെയിനിലും കയറി പഞ്ചാബിലും കാണാൻ പോയാലും എന്ത് ചെയ്തേന്? ഗോതമ്പാടത്താണോ ഉണ്ടാവണത്? തേഞ്ഞ് അല്ല, മരത്തില് കേട്ടിട്ടില്ലേ ഗോതമ്പ് മരം? കേട്ടിട്ടുണ്ട് ഞാൻ. ഇവനാള് കൊള്ളാമല്ലോ. മക്കളെ, ഗോതമ്പ് പാടമൊക്കെ വലുതാകുമ്പോ പോയി കാണാം. ഇവിടെ ഒന്നും ഇല്ല. തൽക്കാലം ഇങ്ങ് വാ. വലുതാകുമ്പോ നമുക്ക് ഗോതമ്പ് പാടം കാണാൻ പോവാം കേട്ടാ. വാ, നടക്കി നടക്കി. 1 2 3 4 5 പോട്ടെ പോട്ടെ. പിള്ളേള് മുമ്പിൽ പോട്ടെ. പോട്ടെ.